ആദ്യം തന്നെ ഒരു കാര്യം പറയാം. KCയെ അനുകൂലിക്കുന്നവർ ദയവ് ചെയ്ത് വീഡിയോ കാണരുത്, സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളണം. കാരണം നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള വിഷയമല്ല. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. കോളേജ് വിദ്യാർത്ഥികൾ രംഗത്ത്, അതായത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടാൽ നിങ്ങളും ഞെട്ടും. സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെ ഞെട്ടി. ഇത് എവിടെയെന്നല്ലേ കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞത്? ഡൽഹിയിൽ പോയിട്ടാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഡൽഹിയിൽ പോയിട്ട് മലയാളികളായ ചുണക്കുട്ടികളായ കോളേജ് വിദ്യാർത്ഥികൾ VD സതീശന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേട്ട മല്ലികാർജുൻ ഖർഗെ അടക്കം നടുങ്ങി. ആ ഒരു വീഡിയോ ദൃശ്യം ഞാനിപ്പോൾ വെച്ച് തരാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. KC വേണുഗോപാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രിയങ്ക ഗാന്ധിയെ മറക്കത്തില്ല. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. നിങ്ങൾക്ക് അതായത് ഇന്ന് ഉച്ചയാകുമ്പോൾ ഏകദേശം പ്രഖ്യാപിക്കും. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ വാർത്ത കൊടുത്തിട്ടില്ല. അവർ അത് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. പക്ഷെ നമ്മൾ പേടിക്കാതെ കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ. അതായത് ഓക്കെ, അപ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും. അതിന്റെ പ്രധാന കാരണം ഞാൻ പറയാം. KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ, KC ആണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 2 തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് KC. എന്നാൽ VD സതീശനെ ചൊടിപ്പിച്ചിട്ട് KCയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും KC വേണുഗോപാൽ തോൽക്കുമെന്ന് നിരീക്ഷകർ രാഹുൽ ഗാന്ധിയോടും ഖർഗെയോടും പറഞ്ഞതോടുകൂടി രാഹുൽ ഗാന്ധി പിന്മാറി. അതായത് നിങ്ങൾ നോക്കൂ, KC ആര്? നല്ല വിലയുള്ള ഒരാളാണ്. മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്നല്ലാതെ അദ്ദേഹം നല്ലൊരു നേതാവാണ് KC വേണുഗോപാൽ. കേന്ദ്രത്ത് നരേന്ദ്രമോദി കാണിക്കുന്ന ദുർബലമായ ഭരണം നല്ല രീതിക്ക് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന KC. ഇങ്ങനെയുള്ള വലിയൊരു നേതാവ് ഇങ്ങനെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ട് ഒരു എലക്ഷൻ നടത്തുമ്പോൾ ആ എലക്ഷനിൽ പരാജയപ്പെട്ടാൽ എന്താവും KCയുടെ അവസ്ഥ? നിലവിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് KC വയനാട്ടിൽ മത്സരിച്ചാലും കോൺഗ്രസിന്റെ പൊതുപ്പള്ളിയിൽ മത്സരിച്ചാലും എവിടെ മത്സരിച്ചാലും ഉറപ്പായിട്ടും തോൽക്കുന്നൊരു മട്ടാണ്. ഇതാണ് നിരീക്ഷകർ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി പറയുന്നത്, ഒരു പോസ്റ്റ് ഞാൻ വെച്ച് തരാം. അതായത് നോക്കൂ നിങ്ങൾ, പ്രിയങ്ക ഗാന്ധി പറയുന്നത് സഭ അതായത് കേരളത്തെ നയിക്കാൻ യോഗ്യൻ VD സതീശനാണ്. പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. നോക്കൂ നിങ്ങൾ, VD സതീശൻ പക്ഷം പറയുന്നത് ഞങ്ങൾക്ക് VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്നാണ്. ഇപ്പൊ 2 സീറ്റ് ഇപ്പൊ നോക്കൂ, ലോകസഭയിൽ ഇപ്പോ ഈ പറയുന്ന ലോകസഭയിൽ ഒരു സീറ്റ് വേണം, അതും തോറ്റ് പണ്ടാരടങ്ങും. എന്തിനു വേണം? ഇവിടെ KC ഉറപ്പായിട്ടും ജയിക്കത്തില്ല എന്ന് പറയുന്ന വലിയൊരു ട്രെൻഡാണ് വരുന്നത്. ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിരീക്ഷകരൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ ചാനൽ, 24 ഞങ്ങളെ പോലുള്ള ചാനലൊക്കെ കാണലുണ്ട്. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ നോക്കലുണ്ട്. എല്ലാ കമന്റും VD എന്നാണ്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് അവരെല്ലാവരും പറഞ്ഞത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നം നടക്കുന്നതാണ്. അപ്പോൾ പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാം, ഈ വീഡിയോ 4 ആളിലേക്ക് എത്തണം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അതെ, എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ VD സതീശൻ, ഇപ്പോൾ ഒരുപാട് നേതാക്കളുണ്ടല്ലോ, അവരുടെയൊക്കെ പേരും പറയുന്നുണ്ട്, VD സതീശൻ തന്നെ ആകണമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ പ്രായത്തിലുള്ളവരെ മാത്രമല്ല പല പാർട്ടിയിലുള്ളവരും കൂട്ടി യോജിച്ച് ഇപ്പോഴത്തെ ഒരു എല്ലാ കോട്ടകളും പൊളിച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പം വരുന്നുണ്ട്. അത് UDFന്റെ മാത്രം വോട്ട് കൊണ്ടാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ പാർട്ടികളും എല്ലാ പ്രായത്തിലുള്ളവരും ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യാനുള്ള കാരണം VD സതീശൻ നൽകിയ ആ ഒരു നേതൃത്വം തന്നെയാണ്. ഒരിക്കലും എൻ്റെ ടീം നിൻ്റെ ടീം എന്ന് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തതല്ല ചെയ്തത്. നമ്മളെല്ലാവരും സഖാക്കളെ ഉൾപ്പെടെ നല്ല സഖാക്കളുണ്ട്, അവർ നമുക്ക് വോട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിർത്തിയ ഒരാളാണ് VD സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അയാളുടെ വിജയമാണ് ഇതെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു. കോട്ട കൊത്തളങ്ങൾ പൊളിച്ച VD സതീശൻ തന്നെ അതിനുവേണ്ടി എത്ര രാത്രി വരെ നിൽക്കാനും തയ്യാറാണ്. എന്താണ് VD സതീശനോട് ഇത്ര ഒരു മറ്റുള്ള നേതാക്കന്മാർ, ഞാനിപ്പോൾ ഓരോരുത്തരുടെ പേര് പറയായിരുന്നു, RC ഉണ്ട്, KC ഉണ്ട്, VDയോട് മാത്രം എന്താണ് ജെൻസുകൾക്കെല്ലാം ഇത്ര? പുള്ളിയുടെ വ്യൂസ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ആവശ്യങ്ങൾ തന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഏത് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഒരു വ്യൂ ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് കണ്ടിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക വ്യൂസ് എനിക്ക് താല്പര്യമുള്ളതാണ്. അതെ, ഏത് കാഴ്ചപ്പാടിനോടാണ് നിങ്ങൾക്ക് പ്രിയം? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷനിൽ നിന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു
100ൽ 100 സീറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഷുവർ ഷോട്ടായിട്ട് അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് നമ്മൾക്ക് പരിചയമുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവർ വരെ പറഞ്ഞു 100ൽ 100 സീറ്റ് എന്തായാലും കിട്ടില്ല, ഒരു 80-90 റേഞ്ചിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുപ്പള്ളിയിലാണെങ്കിലും ഓരോ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു പ്രഡിക്ഷൻ കിങ് അതാണോ നിങ്ങളെ അട്രാക്റ്റ്? ഒരു പ്രഡിക്ഷൻ കിങ്ങും മാത്രമല്ല, അതിലുപരി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇപ്പോൾ മന്ത്രിമാരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിലുള്ള മന്ത്രിമാർക്കൊക്കെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതൊക്കെ കേരളത്തിലുള്ള ജൻസി ആയിട്ടുള്ള ഞങ്ങൾ കാണാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഓക്കെ, ഇപ്പോൾ നിലവിൽ കിട്ടുന്ന വാർത്ത KC ചില്ലറക്കാരനല്ല. KC പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ KC വേണുഗോപാലെ? ഇങ്ങനെ ചോദിക്കാൻ കാരണം പടം നയിച്ചവൻ സതീശനല്ലേ? അല്ലേ? നിങ്ങൾ പറയണം പൊന്നു പ്രേക്ഷകരെ, പടം നയിച്ചവൻ സതീശനല്ലേ? ഇപ്പോൾ KC പറയുന്നത്, ഈ പറയുന്ന ജനങ്ങളൊക്കെ സമരം ചെയ്യുന്നത് മറ്റേ VD സതീശൻ പൈസ കൊടുത്തിട്ടെന്നാണ്. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? ഇത് കോളേജ് വിദ്യാർത്ഥികൾക്ക് VD സതീശൻ പൈസ കൊടുത്തോ? എന്തൊക്കെയാണ് ഇത്? ജനങ്ങൾ, അതായത് വോട്ടിട്ട് വിജയിപ്പിച്ചത് VD സതീശൻ്റെ ഭരണം കാണണം. VD സതീശൻ കേരളത്തെ എങ്ങനെ ഭരിക്കുന്നു അത് ഞങ്ങൾക്ക് 2 കണ്ണോടെ കാണണമെന്ന് കരുതിയിട്ടാണ് ജനങ്ങൾ വോട്ടിടുന്നത്. ആ ജനങ്ങളെയാണ് നിങ്ങൾ മണ്ടന്മാരാക്കുന്നത്. നാണമുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചോദിക്കാം നമുക്ക് ഈ സമയത്ത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുമെന്നാണ്. ഓക്കെ, പാവങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടാൽ VD സതീശൻ മുഖ്യമന്ത്രി ആവും. ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, VD സതീശനാണ് മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ തുടർച്ചയായിട്ട് 10 വർഷം കേരളം UDF ഭരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ആദ്യ 5 വർഷം VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ പിന്നീട് VD സതീശൻ ഇവന്മാരെ എന്തായാലും കൊടുക്കത്തില്ല, വേറെ ആരെങ്കിലും ആവും. അതിനുശേഷം കോൺഗ്രസ് തോൽക്കുന്നെങ്കിൽ അതിനുശേഷമാണ് 10 വർഷം തുടർച്ചയായിട്ട് കേരളം കോൺഗ്രസ് ഭരിക്കും. ഇത് ഈ പൊട്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നാണ്. ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി എന്ത് നോക്കണ്ട, കമൻറ്റ് ബോക്സ് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. അദ്ദേഹത്തിന് എന്തൊക്കെ മയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതായത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് അതിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പൊന്നു രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളൂ, ഇവിടെ പിളർപ്പടക്കം നടക്കും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ആവത്തില്ല. കാരണം അദ്ദേഹം ജയിച്ചാലല്ലേ ആവുന്നത്. അദ്ദേഹവും ജയിക്കത്തില്ല, എന്തൊക്കെയോ പ്രശ്നം വരും. അഥവാ അദ്ദേഹം ജയിച്ചാൽ ലോക്സഭയിൽ അദ്ദേഹം ജയിക്കത്തില്ല, അത് വേറെ സംഗതിയാണ്. ജയിച്ചാലും മറ്റേ സീറ്റ് ഉറപ്പായിട്ടും BJPയോ അല്ലെങ്കിൽ CPMോ ആരെങ്കിലും ഒന്ന് ജയിക്കും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ഇത് പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് KC എന്ന് ഉറപ്പായിട്ടും പറയുന്നത്. KC ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. KCക്ക് പിന്മാറിക്കൂടെ? അയാളല്ല പട നയിച്ചതെന്ന് അയാൾക്കറിയാം. അയാൾ എന്തുകൊണ്ടാണ് ഇതിൽ പിന്മാറുന്നില്ല? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ വളരെ മോശം KC വേണുഗോപാൽ. നിങ്ങളെപ്പോലുള്ളവരെ നേതാക്കൾ സ്ഥാനത്തിനല്ല, നിങ്ങൾ കേന്ദ്രത്തിലല്ലേ. നിങ്ങൾ കേന്ദ്രത്തിൽ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയില്ലല്ലോ. പിന്നെ എന്തിൻ്റെ കുരുപൊട്ടലാണ് നിങ്ങൾക്ക്? ഇവിടെ VD സതീശൻ മാത്രമാണ് അർഹിച്ചത്. നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുളത്തിലൊക്കെ VD സതീശനാണ് സപ്പോർട്ട്. വരുന്ന വാർത്ത ഷാഫിയൊക്കെ KCക്ക് സപ്പോർട്ട് എന്നാണ്. അതൊക്കെ വ്യാജ വാർത്തയാണ്. നമ്മുടെ ഷാഫി പറമ്പിലൊക്കെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് VD സതീശനാണ് ഷാഫി പറമ്പിലൊക്കെ സപ്പോർട്ട് എന്നാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന KCയെ കണ്ടം വഴി ഓടിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, KC കാണിക്കുന്നത് വൃത്തികേടും തെമ്മാടിത്തരവുമാണ്. KC നല്ലൊരു നേതാവാണെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകേണ്ട ആളാണ്. അയാൾ എന്തുകൊണ്ടാണ് പോവാത്തത് എന്ന് KC തന്നെ ഇതിനുള്ള ഉത്തരം തരണമെന്നാണ് ഞാൻ പറയുന്നത്. പട നയിച്ചവന് ഡൽഹിയിൽ മിണ്ടാപ്രാണിയെപ്പോലെ മിണ്ടാതെ കാറ്റുകൊണ്ട് AC റൂമിലിരുന്നിട്ട് എന്താണ് കേരളത്തിൻ്റെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ ചാവുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ മിണ്ടാപ്രാണിയെപ്പോലെ മിണ്ടാതിരുന്ന ചങ്ങായിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കുമോ? ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അതിൻ്റെ ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.